ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു പായസമാണ്. അതിന് വേണ്ടുന്ന ചക്കക്കുരു പൊളിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി കുറച്ച് അതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ചുവപ്പ് പോലത്തെ അതിനകത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അതായത് കടലപ്പായസം പോലെ ഇരിക്കും വെക്കുമ്പോൾ, അതിനെക്കാട്ടും നന്നായിരിക്കും, സൂപ്പറായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരുപാട് വെന്തോടാ, അത് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. മാർക്കറ്റിൽ അപ്പോഴും കൂട്ടുകാരെ ഞാനിവിടെ ചക്കക്കുരു വേവിച്ച് നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ അത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വേകാവൂ, ഇനി ഉടഞ്ഞ് നല്ലതുപോലെ വെന്ത് പോരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇല്ല കടലപ്പരിപ്പിൻ്റെ സൈസിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വേകാവൂ, ഇത്രയും വേകാവൂ. അപ്പോൾ ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പം ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് അതിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴേ പായസത്തിന് ആവശ്യമായ പായസത്തിലെ പ്രഥമൻ തന്നെയാണ് കടലപ്രഥമൻ. അതിനും മേലെ അപ്പുറമായിരിക്കും ഈ ഉണ്ടാക്കുന്ന ചക്കക്കുരു പായസം. അതുപോലെ അതിൻ്റെ ചേരുവകൾ ചക്കക്കുരു വേവിച്ചത്, ചൗവരി ഒരു 10-20 മിനിറ്റ് മുന്നേ ഇത് ഞങ്ങൾ പച്ച വെള്ളത്തിനകത്ത് ഇട്ടത്, കഴുകി വെള്ളത്തിലിട്ടത്. 1-ാം പാല്, 2-ാം പാല്, ശർക്കര പാണി കാച്ചിയത്, ഇത് പിന്നെ തേങ്ങ വറുത്തതാണ്, നെയ്യിൽ തേങ്ങ വറുത്തത്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ അരിഞ്ഞത് ഞങ്ങൾ ഒരുപാട് പണ്ട് ഞങ്ങൾ അമ്മമാരെ എല്ലാവരും ചെയ്യും പോലെ ശരിക്കും ഒന്ന് മൂപ്പിക്കരുത് കേട്ടോ. ശരിക്കും മൂക്കാതെ ശകലം പച്ച വേണം, അതിന് ടേസ്റ്റ് ഒന്ന് വേറെ വേണം അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നെയ്യ്, അപ്പോൾ ഇതെല്ലാം മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി ചതച്ചും കൊണ്ടുവരാം. അപ്പോഴ് എടുക്കണം ചേച്ചിമാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, മക്കളുമാരെ എല്ലാവരെയും കണ്ടോണേ. ചക്കക്കുരു പിന്നെ ഉടച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചക്കക്കുരു ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോഴിത് കുറുകിയിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. പിന്നെ നമുക്കതിലേക്ക് ഈ ചൗവരി അതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കുറുകും. നമുക്കതിലേക്ക് ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്നതിലേക്ക്, ഇങ്ങനെ പൊടിച്ചതല്ല, ചതച്ചതാണ്. ഏലക്ക നമുക്കതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, നമ്മൾ എന്താണോ ചെയ്യുന്നത്, എത്ര സാധനമാണ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള, അല്ലാതെ അളവ് അങ്ങനെ നമുക്ക് ഇത്ര അരിക്ക് അല്ലെങ്കിൽ ഇത്ര അടയ്ക്ക് അങ്ങനെ അളവ് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഉള്ളതല്ല. ഇതിനിപ്പോൾ നമുക്കിപ്പോൾ ചക്കക്കുരു ഏതാണ്ട് 1/2 കിലോ കടല വാങ്ങിച്ച് നമ്മൾ വെച്ചാൽ എത്ര അരിയും അത്രയാണ് സംഭവം. അപ്പോൾ അതിന് 1 കിലോ ശർക്കര പാനി കാച്ചിയതാണ്. അത് അവസാനം ലാസ്റ്റ് 1-ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചേർത്താൽ മതി. ഇത്രയും കുറുകിയിട്ടുണ്ട്. ഈ ചൗരി ഒന്ന് വെന്ത് അതിൻ്റെ കണ്ണ് നല്ലതുപോലെ ആയി വരട്ടെ. ഇങ്ങനെ ചൗരി വെന്ത് കഴിഞ്ഞു.
ഇനി നമുക്കതിലേക്ക് ശർക്കര പാനി കാച്ചിയത് ചേർക്കാവുന്നതാണ്. കറുത്ത ശർക്കരയാണ്, ഭയങ്കരമായിട്ട് കറുത്തതല്ല, എന്നാൽ വെള്ള ശർക്കരയല്ല, നല്ല മീഡിയം കറുപ്പ് ഉണ്ടോ, നല്ലൊരു കളർ വരുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് മൂപ്പിച്ചത്, നെയ്യിൽ മൂപ്പിച്ചതാണ്, അതിട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങ നെയ്യിൽ മൂപ്പിച്ചതാണ്, ഇതെല്ലാം നെയ്യിൽ മൂപ്പിച്ചതാണ്. ചേർത്ത് കൊടുത്തു. നല്ല സെറ്റ് അടിപൊളി കളറായിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നാം പാല് കൂറായിരിക്കുന്നത്, അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേ ശകലം ഒന്ന് കളർ കുറയും. എന്റെ ജന്മം നീടുത്തു, നിന്റെ ജന്മം എടുത്തു. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒന്നാം പാല് ഇതിലേക്ക് ചേർക്കുകയാണ്. ഒന്നാം പാല് ചേർത്തു. ഇതിലേക്ക് ഞങ്ങൾ മൂപ്പിച്ച് വെച്ച് ചൂടാക്കി വെച്ച നെയ്യാണ്. അല്ലാതെ കുറെ നെയ്യ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നെയ്യ് അതിലേക്ക് ഞങ്ങൾ ഒഴിക്കുന്നതാണ്. ചക്കക്കുരു പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയൊരു കപ്പിലേക്കാക്കി നമുക്ക് രുചിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പ്രഥമൻ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. സൂപ്പർ, അടിപൊളി. കഴിച്ചു നോക്കിയാണ് മോനെ, അടിപൊളി. എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഞാനിത് ചെയ്തതുപോലെ തന്നെ ചെയ്യണം. അടിപൊളിയാണ്. ചക്കക്കുരു ഒന്നും വേസ്റ്റ് ആക്കരുത്. ചക്കക്കുരു കൊണ്ട് നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം. വെറുതെ ഷേക്ക് പാല് ചക്കക്കുരു മാത്രമായിട്ട് ഷേക്ക് ആകത്തില്ല, അതിന് ടേസ്റ്റ് കാണില്ല. അതിൽ വേറൊരു ഷേക്ക് പൗഡറുണ്ട്, വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങളുടെ വീഡിയോയിലേക്ക് ഞാൻ ഇതെല്ലാം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.